സംസ്ഥാനത്ത് വീണ്ടും ജീവനെടുത്ത് കാട്ടാനയാക്രമണം. മലപ്പുറം നിലമ്പൂർ അകമ്പാട മൂലേപ്പാടത്ത് കാട്ടാനയാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. ജാർഖണ്ഡ് സ്വദേശി ചാരു ഒറവനാണ് മരിച്ചത്. ജംഷീർ കൊടിഞ്ഞി വിവരങ്ങൾ നൽകും. ജംഷീർ, കാട്ടാനയാക്രമണത്തിൽ ഒരു മരണം കൂടിയുണ്ടായി എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. എപ്പോഴാണ് ഈ ആക്രമണം ഉണ്ടായത്? എവിടെ വെച്ചാണ്? എന്താണ് സംഭവിച്ചത്? ജിൽസി, ഇന്ന് രാവിലെ ഏതാണ്ട് 9 മണിക്കും 9:30ക്കും ഇടയിലുള്ള സമയത്താണ് ഇത്തരത്തിലൊരു കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. നിലമ്പൂർ അകപ്പാടം മൂലേപ്പാടത്ത് വെച്ചാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അരയാട് എസ്റ്റേറ്റ് എന്ന് പറയുന്ന എസ്റ്റേറ്റിൽ വെച്ചാണ് ഇത്തരത്തിലുള്ള അപകടം ഉണ്ടായത്. ഈ എസ്റ്റേറ്റിലെ ടാപ്പിംഗ് തൊഴിലാളിയാണ് മരണപ്പെട്ട ജാർഖണ്ഡ് സ്വദേശി ചാരു ഒറവൻ. 55 വയസ്സായിരുന്നു. ഇദ്ദേഹവും മറ്റു തൊഴിലാളികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഈ ജോലി കഴിഞ്ഞ് താമസത്തിലേക്ക് മടങ്ങാനുള്ള ഒരു ശ്രമത്തിനിടെയാണ് ഇത്തരത്തിൽ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. കാട്ടാന നേരത്തെ അവിടെ നിലയുറപ്പിച്ചു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസമായി അവിടെ കാട്ടാനയുടെ ശല്യം രൂക്ഷമായിരുന്നു. വ്യാപകമായി കൃഷി നശിപ്പിച്ചിരുന്നു. ഇത് വനത്തോട് ചേർന്നുള്ള ഒരു വലിയ എസ്റ്റേറ്റ് ആണ്. ഈ എസ്റ്റേറ്റിന്റെ പ്രദേശത്തെല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കാട്ടാന ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. വ്യാപകമായി കൃഷി നശിപ്പിക്കുകയും ചെയ്തിരുന്നു. 2 ദിവസമായി കാട്ടാന തമ്പടിച്ചിരിക്കുന്ന ഒരു സമയമാണ്. മാത്രമല്ല, ഈ കാട്ടാന വരുന്നത് കണ്ട് മറ്റു തൊഴിലാളികൾ ഇദ്ദേഹത്തോട്, അതായത് ചാരു ഒറവനോട് കാട്ടാന വരുന്ന വിവരം പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ഫോണിലായിരുന്നതിനാൽ അത് ശ്രദ്ധിച്ചില്ല എന്നുള്ള വിവരമാണ്. ഈ ആന തൊട്ടടുത്തെത്തിയപ്പോഴാണ് അദ്ദേഹം ആനയെ പെട്ടെന്ന് കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഉടൻ തന്നെ ഓടാൻ ശ്രമിച്ചുവെങ്കിലും ആന പിന്തുടർന്ന് അദ്ദേഹത്തെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ഗുരുതരമായ പരിക്കേറ്റു, കുത്തി കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഇദ്ദേഹം മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ മൃതദേഹം അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുവരുന്നത്. മറ്റു നടപടിക്രമങ്ങളൊക്കെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ വെച്ചായിരിക്കും നടക്കുക എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ജിൽസി, ജംഷീർ, ആ സ്ഥലത്ത് 2 ദിവസമായിട്ട് കാട്ടാന ശല്യം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ ഫെൻസിംഗ് അടക്കമുള്ള സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലേ? നിരന്തരമായി കാട്ടാന ശല്യമുള്ള പ്രദേശമായിരുന്നിട്ടും അത്തരം ആവശ്യങ്ങൾ അധികൃതർ നിരാകരിക്കുകയാണോ ഉണ്ടായത്? ജിൽസി, ഇതൊരു ഒഴിഞ്ഞ പ്രദേശമാണ്. ഒരു വലിയ എസ്റ്റേറ്റ് ആണ്. വനത്തോട് ചേർന്നുള്ള ഒരു എസ്റ്റേറ്റ് ആണ്. പൊതുവെ ഇവിടുത്തെ തൊഴിലാളികളാണ് കാര്യമായിട്ട് ഇവിടെ ഉണ്ടാകാറുള്ളത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഫെൻസിംഗും മറ്റു സംവിധാനങ്ങളുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അങ്ങനെ പൊതുജനങ്ങൾ അല്ലെങ്കിൽ സാധാരണക്കാർ ആളുകൾ ഈ പ്രദേശത്തേക്ക് വരുന്നത് കുറവാണെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഈ തൊഴിലാളികളാണ് കൂടുതലായിട്ട് ഇവിടെ ഉണ്ടാകാറുള്ളത്. കൃഷിയുമായി ബന്ധപ്പെട്ട തൊഴിലാളികളും മറ്റുമൊക്കെയാണ്, എസ്റ്റേറ്റിലെ തൊഴിലാളികളും മറ്റുമൊക്കെയാണ് ഇവിടെ ഉണ്ടാകാറുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ. പ്രത്യേകിച്ച് അതിഥി തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള തൊഴിലാളികളുണ്ട്, മറ്റു തൊഴിലാളികളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ 2 ദിവസമായി ഈ കാട്ടാന സമീപത്ത് ഉണ്ട് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ശരി, ജംഷീർ കൊടിഞ്ഞിയാണ് വിവരങ്ങൾ നൽകിയത്.